കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൈറോയിഡ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ പ്രവേശിപ്പിച്ച യുവതി പീഡനത്തിനിരയായത് കുറച്ചു നാളുകൾക്ക് മുമ്പ് വാർത്തയായതാണ്. ഗ്രേഡ് 1 അറ്റൻഡർ ആയ വടകര സ്വദേശി ശശീന്ദ്രൻ ആണ് യുവതിയെ പീഡിപ്പിച്ചത്. ഈ കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിതയുടെ സമരം തുടരുകയാണ്. അതിജീവിതയ്ക്ക് അനുകൂലമായി കോടതിയിൽ മൊഴി നൽകിയതിന് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി. പീഡനക്കേസിൽ ഇരയ്ക്കൊപ്പം നിന്നു, സത്യം മാത്രം പറഞ്ഞു. ഇതാണ് നഴ്സിംഗ് ഓഫീസർ അനിത ചെയ്ത തെറ്റ്. സർക്കാർ പ്രതികാര നടപടിയായി ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി. കൂടാതെ സഹപ്രവർത്തകരുടെ ഒറ്റപ്പെടുത്തലും. മാർച്ച് 1 അനിതയ്ക്ക് നിയമനം നൽകണം എന്ന ഹൈക്കോടതിയുടെ അനുകൂല വിധി വന്നതാണ്. എന്നാൽ ഇതുവരെയും ജോലിയിൽ പ്രവേശിപ്പിക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോ മറ്റ് അധികാരികളോ തയ്യാറായില്ല. അതിന് കാരണമായി പറയുന്നത് സർക്കാർ തലത്തിൽ നിന്ന് ഉത്തരവ് വന്നില്ല എന്നാണ്. കോടതി വിധി എന്ന ഒരു കാര്യം നടപ്പാക്കാൻ സർക്കാർ ഉത്തരവ് വേണോ? ഈ അനീതിക്കെതിരെ കോടതി അലക്ഷ്യത്തിന് നിയമസഹായം തേടി വീണ്ടും കോടതിയെ സമീപിക്കുമെന്ന് PB അനിത പ്രതികരിച്ചു. സർക്കാരും ഹൈക്കോടതിയെ സമീപിക്കാൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് പുനഃപരിശോധനാ ഹർജിയുമായി സർക്കാരും ഹൈക്കോടതിയിൽ പോകും എന്നാണ് അറിയുന്നത്. സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് PB അനിത പറയുന്നത്. ഇന്ന് അതിജീവിതയും പിന്തുണ പ്രഖ്യാപിച്ച് അനിതയോടൊപ്പമുണ്ട്. സർക്കാർ തന്നോട് കാണിച്ച അതേ അനീതി നഴ്സിംഗ് ഓഫീസർ PB അനിതയോടും കാണിക്കുന്നുവെന്ന് അതിജീവിത പ്രതികരിച്ചു. കോടതിയിൽ പോയി സ്ഥലം മാറ്റം റദ്ദാക്കിയ വിധിയുമായി ജോലിയിൽ പ്രവേശിക്കാനെത്തിയ അനിതയെ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല. സത്യത്തിന്റെ ഭാഗത്തു നിന്ന അനിതയ്ക്ക് സർക്കാർ നൽകിയ പാരിതോഷികം. അനിത കുറ്റവാളിക്ക് അനുകൂലമായി നിന്ന് കള്ളം പറഞ്ഞിരുന്നെങ്കിൽ ആരോഗ്യവകുപ്പും സർക്കാരും ഒപ്പം ഉണ്ടാകുമായിരുന്നു. അതിജീവിതയെ പീഡനത്തിനിരയാക്കിയ നിഷ്ഠൂരനായ ക്രിമിനലിന്റെ അതേ ഗണത്തിലല്ലേ ആരോഗ്യവകുപ്പും സർക്കാരും നിൽക്കുന്നത്? സ്വയം പ്രഖ്യാപിത സാംസ്കാരിക സാഹിത്യ നായകന്മാരുടെ വായിൽ പഴം തിരുകിയിരിക്കുകയാണോ? അവർ ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമേ വായി തുറക്കൂ. ഇന്ന് സമരം 5ാം ദിവസമാണ്. ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും സർക്കാർ കേൾക്കുന്നില്ല. ആരോഗ്യവകുപ്പിൽ അന്വേഷിച്ചപ്പോൾ അനിതയുടെ സ്ഥലം മാറ്റത്തിന് റദ്ദ് ചെയ്ത കോടതി ഉത്തരവിനെതിരെ അപ്പീൽ പോകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ആരോഗ്യവകുപ്പിനും സർക്കാരിനും ഈഗോയാണോ? സർക്കാർ മെഡിക്കൽ കോളേജിൽ പീഡനം നടന്നു എന്ന് ജനങ്ങൾ അറിയുമ്പോൾ ആരോഗ്യവകുപ്പിന് നാണക്കേട്. സർക്കാരിൻ്റെ മുഖച്ഛായ നഷ്ടപ്പെടും. നഴ്സിംഗ് ഓഫീസർ അനുകൂല മൊഴി നൽകിയതോടെ സംഭവം സത്യമാണെന്ന് ജനങ്ങൾ അറിഞ്ഞു. അനിതയെ ശത്രുവായി കണ്ടു. അതിജീവിതയോടും കോടതിയിൽ സത്യം പറഞ്ഞ അനിതയോടും ഒപ്പം ആരോഗ്യവകുപ്പും സർക്കാരും നിന്നെങ്കിൽ നിങ്ങളുടെ ഒരു മുഖച്ഛായയും നഷ്ടപ്പെടില്ലായിരുന്നു. ജനങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുമായിരുന്നു. ഇവിടെ ആ ക്രിമിനലിനേക്കാളും തരം താഴ്ന്ന ചിന്താഗതിയായി പോയി ആരോഗ്യവകുപ്പിനും സർക്കാരിനും. ജോലിയിൽ ജോയിൻ ചെയ്യിക്കേണ്ട ഉദ്യോഗസ്ഥൻ എന്ത് മാനസികാവസ്ഥയിലാണോ ആവോ ആ സ്ഥാനത്തിരിക്കുന്നത്. പണ്ട് ഗാന്ധിജി സത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിരാഹാര സമരം ഉൾപ്പെടെ പല സമരങ്ങളും നടത്തി. ചെയ്യേണ്ടതായി വന്നു. ഇന്ന് സത്യം പറഞ്ഞതിന് ജോലി ചെയ്യാൻ അനുവദിക്കാത്ത സർക്കാരിനെതിരെ, ഈ അനീതിക്കെതിരെ ഒരു സ്ത്രീക്ക് നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ചെയ്യേണ്ടതായി വരുന്നു. ഈ കേസിൽ നീതി കിട്ടാൻ അതിജീവിതയും ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തി. മനുഷ്യമൃഗങ്ങളുള്ള നാട്ടിൽ സ്ത്രീയായി പിറന്നാൽ ചത്തുകിടന്നാൽ പോലും പീഡനത്തിന് ഇരയാകേണ്ടി വരുമെന്ന അവസ്ഥ.